സ്വാഗതം. ഇന്ന് നമ്മൾ ഡെയിൽ കാർണേഗിയുടെ ലോക പ്രശസ്തമായ ആ പുസ്തകമില്ലേ, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ആ അതിന്റെ മലയാളം സംഗ്രഹത്തെപ്പറ്റിയാണല്ലേ? ജനങ്ങളെ സ്വാധീനിക്കാനുള്ള വഴികൾ. അതെ അതെ, അതിൽ നിന്നുള്ള ചില ആശയങ്ങൾ ഒന്ന് ആഴത്തിൽ നോക്കാമെന്ന് വെച്ചു. കാരണം പലപ്പോഴും നമ്മുടെയൊക്കെ വിജയം നമ്മൾ ചെയ്യുന്ന ജോലിയിലെ കഴിവ് മാത്രമല്ലല്ലോ. അല്ലേ അല്ല. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുമായി എങ്ങനെ ഇടപഴകുന്നു എന്നതിലാണ് കാര്യം. ചിലപ്പോൾ അതിനാണ് കൂടുതൽ പ്രാധാന്യം. ശരിയാണ്. അപ്പോൾ ഈ പുസ്തകം പറയുന്ന ചില വഴികൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും ആളുകളെ സ്വാധീനിക്കാനും എങ്ങനെ ഉപയോഗിക്കാം, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. തുടങ്ങാം. അപ്പോ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? കാർണേഗിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിർദ്ദേശം: വിമർശിക്കാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക, പിന്നെ പരാതിപ്പെടാതിരിക്കുക. ഓക്കേ, ഇത് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ കുറച്ച് പാടാണല്ലോ. കാരണം നമ്മളൊക്കെ ശീലിച്ചത് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനാണല്ലോ. എന്തുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ പറയുന്നത്? അതായത്, നമ്മളൊരാളെ വിമർശിക്കുമ്പോൾ അവർക്ക് പിന്നെ നമ്മൾ പറയുന്നത് കേൾക്കാൻ തോന്നില്ല. അവർ പെട്ടെന്ന് ഡിഫെൻസീവ് ആവും. ആ ശരിയാണ്, സ്വയം ന്യായീകരിക്കാൻ നോക്കും അല്ലേ? അതെ അതെ. പിന്നെ അവിടെ ഒരു തുറന്ന സംസാരം നടക്കില്ല. അതിനു പകരം ആ വ്യക്തിയെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തതെന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു വലിയ സ്റ്റെപ്പാണ്. ശരി, അപ്പോ വിമർശിക്കുന്നില്ലെങ്കിൽ പിന്നെന്തു ചെയ്യണം? അവിടെയാണ് അടുത്ത പ്രധാന പോയിന്റ്. ആത്മാർത്ഥവും സത്യസന്ധവുമായ അഭിനന്ദനം നൽകുക. മുഖസ്തുതിയല്ല കേട്ടോ. ആ, ജെനുവിനായിട്ടുള്ള അപ്രീസിയേഷൻ. അതെ, ഒരാളുടെ നല്ല കാര്യങ്ങൾ കാണാനും അത് പറയാനും ശ്രമിക്കുക. അതുപോലെ മറ്റൊരാളിൽ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ടാക്കുക. അതെങ്ങനെ? അവർക്ക് താൽപ്പര്യം ജനിപ്പിക്കുക എന്നാണോ? അതെ, ഇത് ചെയ്താൽ അവർക്ക് എന്ത് ഗുണം കിട്ടുമെന്ന് കാണിച്ചു കൊടുക്കുക. ഇതെനിക്ക് വേണം എന്നവർക്ക് തോന്നണം. ഓക്കെ. പിന്നെ ആളുകൾക്ക് നമ്മളോട് ഒരു ഇഷ്ടം തോന്നാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ. ഈ പുഞ്ചിരിക്കുക, പിന്നെ മറ്റുള്ളവരുടെ പേരുകൾ ഓർമ്മിക്കുക എന്നൊക്കെ. ഇതൊക്കെ എന്താ പറയാ, ചെറിയ കാര്യങ്ങളല്ലേ? ഇത് ഇത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ? ഉണ്ടാക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഒരാൾ നിങ്ങളുടെ പേരോർത്ത് വിളിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നില്ലേ? ആ ശരിയാണ്, ഒരു പരിഗണന കിട്ടിയ പോലെ തോന്നും. അതെ. കാർണഗി പറയുന്നത് ഒരു വ്യക്തിയുടെ പേര് അവർക്ക് ഏറ്റവും മധുരമുള്ള ശബ്ദമാണെന്നാണ്. പുഞ്ചിരി ഒരു വാതിൽ തുറക്കുന്ന പോലെയാണ്. ശരി. അതുപോലെ മറ്റുള്ളവരിൽ ആത്മാർത്ഥമായിട്ട് താൽപ്പര്യം കാണിക്കുക. അവര് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. അവരുടെ താൽപ്പര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. പിന്നെ അവരെ പ്രധാനപ്പെട്ടവരായി തോന്നിപ്പിക്കുക. പക്ഷെ അത് ആത്മാർത്ഥമായിരിക്കണം. ഓക്കെ, ഇത് ബന്ധങ്ങൾ സ്ട്രോങ് ആക്കും. തീർച്ചയായും. നമ്മൾ ഒരാൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായി അവർക്ക് നമ്മളോടും ഒരു അടുപ്പം തോന്നും. അടുത്ത ഒരു പ്രധാന ഭാഗം മറ്റൊരാളെ നമ്മുടെ ചിന്താഗതിയിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റിയാണ്. അവിടെ തർക്കങ്ങൾ ഒഴിവാക്കുക എന്നൊരു നിർദ്ദേശം കണ്ടു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മളൊക്കെ ഒരു വാദത്തിൽ ജയിക്കാൻ നോക്കും. പക്ഷെ പുസ്തകം പറയുന്നത് തർക്കത്തിൽ ജയിച്ചാലും നമ്മൾ തോൽക്കുകയാണെന്നാണ്. അതെന്താ അങ്ങനെ? അതായത്, നിങ്ങൾ തർക്കിച്ച് ജയിച്ചു എന്ന് കരുതുക. മറ്റേയാൾക്ക് നിങ്ങളോട് ബഹുമാനം തോന്നുമോ, അതോ ദേഷ്യം തോന്നുമോ? മിക്കവാറും ദേഷ്യമായിരിക്കും. അതെ, നിങ്ങളുടെ പോയിന്റ് ശരിയായിരിക്കാം. പക്ഷേ നിങ്ങൾ ആ ബന്ധം അവിടെ മോശമാക്കുകയാണ്. ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ നേടുന്നില്ല. അതുകൊണ്ട് തർക്കങ്ങൾ ഒഴിവാക്കാനാണ് പറയുന്നത്. പക്ഷെ ഒരാൾ തെറ്റാണ് പറയുന്നതെങ്കിൽ തർക്കിക്കാതെ എങ്ങനെ ശരിയാക്കും? അതിനും വഴികളുണ്ട്. നേരിട്ട് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയരുത്. പകരം സൗഹൃദപരമായി തുടങ്ങുക. ആദ്യം യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കണ്ടെത്തുക. ഓക്കേ, കോമൺ ഗ്രൗണ്ട്. അതെ. പിന്നെ തുടർച്ചയായി അതെ അതെ എന്ന് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. അത് മറ്റേയാളെ പോസിറ്റീവ് മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരും. അത് കൊള്ളാം. പിന്നെ ഒരാശയം നമ്മുടെ മാത്രമാണെന്ന് പറയുന്നതിന് പകരം അത് അവരുടേത് കൂടിയാണെന്നൊരു തോന്നലുണ്ടാക്കാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലൂടെയോ മറ്റോ. അതായത് ഐഡിയ അവർക്ക് തോന്നിപ്പിക്കുക. ഏതാണ്ട് അങ്ങനെ. ഏറ്റവും പ്രധാനം, അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കുക. വൈ? എന്തുകൊണ്ടവർ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാകും. ശരിയാണ്. ഇനി ലീഡർഷിപ്പിനെ പറ്റിയും പറയുന്നുണ്ടല്ലോ. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മാറ്റങ്ങൾ വരുത്തുന്നത്. തെറ്റുകൾ നേരിട്ട് പറയാതെ പരോക്ഷമായിട്ട് സൂചിപ്പിക്കുക. നമ്മുടെ സ്വന്തം തെറ്റുകൾ ആദ്യം സമ്മതിക്കുക. ഓർഡർ ഇടുന്നതിന് പകരം ചോദ്യം ചോദിക്കുക. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് തോന്നുന്നു. അതെ. കാരണം ആരുടെയും അഭിമാനത്തെ മുറിവേൽപ്പിക്കാൻ പാടില്ല.
നമ്മളൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്ത സമാനമായ തെറ്റുകളെക്കുറിച്ച് പറഞ്ഞാൽ മറ്റേയാൾക്ക് കുറച്ചുകൂടി അത് സ്വീകരിക്കാൻ എളുപ്പമാകും. ആ, ഞാനും പണ്ടിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയും പോലെ. അതെ, അതുപോലെ ഇങ്ങനെ ചെയ്യണം എന്നതിനു പകരം ഇങ്ങനെ ചെയ്താൽ നന്നാവില്ലേ എന്നോ എന്താണ് അഭിപ്രായം എന്നോ ചോദിക്കുമ്പോൾ അവർക്കും ഒരു പങ്കാളിത്തം തോന്നും. ശരിയാണ്. ചെറിയ പുരോഗതിയെപ്പോലും അഭിനന്ദിക്കണമെന്നും പറയുന്നുണ്ട്. തീർച്ചയായും തെറ്റ് തിരുത്താൻ എളുപ്പമാണെന്നൊരു തോന്നൽ ഉണ്ടാക്കിക്കൊടുക്കണം. അടിസ്ഥാനപരമായി മറ്റൊരാളുടെ അന്തസ്സിനെ മാനിക്കുക എന്നതാണ് പ്രധാനം. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്കെടുക്കാവുന്ന പ്രധാന ആശയമെന്താണ്? ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കുക എന്നതാണല്ലേ? അതെ, അവരെ ആത്മാർത്ഥമായി പരിഗണിക്കുക, അഭിനന്ദിക്കുക, അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുക. ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബന്ധങ്ങളെയും സ്വാധീനത്തെയും ഒരുപാട് മെച്ചപ്പെടുത്തും. ശരിയാണ്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ തത്വങ്ങളൊക്കെ മറ്റൊരാളെ സ്വാധീനിക്കാനുള്ള ടെക്നിക്ക് മാത്രമായി കാണണോ? അതോ ഇതൊക്കെ ശീലമാക്കി നമ്മുടെ സ്ഥിരം പെരുമാറ്റത്തിന്റെ ഭാഗമാക്കിയാൽ എന്ത് സംഭവിക്കും? മറ്റുള്ളവരോട് കൂടുതൽ മനസ്സിലാക്കലോടെ, ബഹുമാനത്തോടെ ഈ രീതിയിൽ സ്ഥിരമായി ഇടപഴകിയാൽ കാലക്രമേണ നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാടിൽ, നിങ്ങളുടെ സന്തോഷത്തിൽ തന്നെ എന്തു മാറ്റമായിരിക്കും വരിക? അതൊരു നല്ല ചോദ്യമാണ്. അതൊന്ന് തനിയെ ആലോചിച്ചു നോക്കാനുള്ള ഒരു വിഷയമായി ഇവിടെ നിർത്താം.